നഗരസഭയിൽ UDFന് തിരിച്ചടി. നഗരസഭാ അധ്യക്ഷ ദിയ ബിനുവിനെതിരെ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെ UDFന് നഗരസഭാ ഭരണം നഷ്ടമായി. ആകെ 17 പേരാണ് അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചത്. വിപ്പ് ലംഘിച്ച് യോഗത്തിനെത്തിയ കോൺഗ്രസ് കൌൺസിലർമാരും വിമതയായി വിജയിച്ച മായ രാഹുലും LDF അവിശ്വാസത്തെ പിന്തുണച്ചു. ലിസിക്കുട്ടി മാത്യു, ബിജു മാത്യൂസ്, ടോണി തൈപ്പറമ്പിൽ, രജിത പ്രകാശ് എന്നിവരാണ് വിപ്പ് ലംഘിച്ച് യോഗത്തിനെത്തിയ കോൺഗ്രസ് കൌൺസിലർമാർ. നഗരസഭാ അധ്യക്ഷ ദിയ ബിനു ഉൾപ്പെടുന്ന സ്വതന്ത്ര കൂട്ടായ്മയോട് കോൺഗ്രസ് കൌൺസിലർമാരും സ്വതന്ത്ര അംഗമായ ഉപാധ്യക്ഷ മായ രാഹുലും ഇടഞ്ഞതോടെയാണ് പാലാ നഗരസഭയിൽ ഭരണപക്ഷത്ത് വിള്ളലുണ്ടായത്. സാഹചര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമായതോടെയാണ് പ്രതിപക്ഷമായ LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയം പാസായതോടെ ദിയ ബിനു പുളിക്കക്കണ്ടത്തിന് ചെയർമാൻ സ്ഥാനം നഷ്ടമായി. ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു പാലയിൽ UDF ഭരണം നടത്തിയിരുന്നത്. ആകെ 26 സീറ്റിൽ 14 ആയിരുന്നു കേവല ഭൂരിപക്ഷം. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭ അധ്യക്ഷയെന്ന ഖ്യാതിയോടെയാണ് കഴിഞ്ഞ ഡിസംബറിൽ ദിയ ബിനു പുളിക്കക്കണ്ടം അധികാരത്തിലേറിയത്. എന്നാൽ UDFുമായി ഉണ്ടായ തർക്കത്തിനൊടുവിൽ 1 വർഷം പിന്നിടും മുമ്പേ ദിയയ്ക്ക് കസേര നഷ്ടപ്പെട്ടിരിക്കുകയാണ്. UDF സ്വതന്ത്ര കൂട്ടായ്മ സഖ്യത്തിലുണ്ടായ തർക്കം മുതലെടുത്ത് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ ചില കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് പോലും ലംഘിച്ച് പിന്തുണച്ചതോടെയാണ് ദിയ പുറത്തായത്. നഗരസഭാ തിരഞ്ഞെടുപ്പിൽ LDFനും UDFനും കേവല ഭൂരിപക്ഷമില്ലാതെ വന്നതോടെയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച ബിനു പുളിക്കക്കണ്ടവും മകൾ ദിയ ബിനു പുളിക്കക്കണ്ടവും ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടവും UDFുമായി കൈകോർത്ത് ദിയയെ ചെയർപേഴ്സണാക്കി ഭരണത്തിൽ കൊണ്ടുവന്നത്. ചെയർപേഴ്സൺ സ്ഥാനം ആദ്യ ടൈമിൽ ദിയയ്ക്ക് നൽകിയാണ് ധാരണയായത്. കോൺഗ്രസിലൂടെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെത്തിയ ബിനു പുളിക്കക്കണ്ടം ഇടതുപക്ഷത്തോടൊപ്പം BJPക്ക് വേണ്ടി മത്സരിച്ച ശേഷമാണ് സ്വതന്ത്രനായി രംഗത്തെത്തിയത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ പാലായിൽ UDFന് ഭരണം ഉറപ്പിക്കുന്നതിന് പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്ന് വിജയിച്ച 3 പേരുടെയും പിന്തുണ ആവശ്യമായിരുന്നു. ഏറെ ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം ബിനു പുളിക്കക്കണ്ടം UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ആദ്യ ടൈമിൽ ദിയ പുളിക്കക്കണ്ടത്തെ നഗരസഭ അധ്യക്ഷയാക്കുകയെന്ന ധാരണയോടെയായിരുന്നു പിന്തുണ. കോൺഗ്രസ് വിമതിയായി ജയിച്ച മായ രാഹുലിനെ വൈസ് ചെയർപേഴ്സണുമാക്കി. ബിനു പുളിക്കക്കണ്ടവും ദിയയും ബിജുവും മത്സരിച്ച വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നില്ല. അതിനാൽ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പിന്തുണ UDFനാകുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. ബിനു പുളിക്കക്കണ്ടം 2 തവണ പ്രതിനിധീകരിച്ച 15-ാം വാർഡിൽ നിന്നാണ് മകൾ ദിയ ജയിച്ചു കയറിയത്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷം MBA പഠനത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് ദിയ തിരഞ്ഞെടുപ്പിന് ഗോദയിലെത്തിയത്. കന്നി മത്സരത്തിൽ തന്നെ തിളക്കമാർന്ന വിജയം സ്വന്തമാക്കിയ ദിയ ഒടുവിൽ പാലാ നഗരസഭയുടെ അധ്യക്ഷ പദവിയിലെത്തി ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ അധികാരത്തിലേറി മാസങ്ങൾക്കുള്ളിൽ തന്നെ ദിയയും കോൺഗ്രസും തമ്മിൽ തെറ്റി. നഗരസഭയുടെ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡ് DYFI ജില്ലാ സമ്മേളനത്തിനായി വിട്ടുകൊടുക്കാനുള്ള തീരുമാനത്തെ തുടർന്ന് നഗരസഭയിൽ ഭരണമുന്നണിയിൽ ഭിന്നത രൂക്ഷമായി. ഭരണമുന്നണിയിലെ സ്വതന്ത്ര അംഗങ്ങളായ നഗരസഭാ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ളവർ ഇടതുപക്ഷ നീക്കത്തിന് ഒത്താശ ചെയ്തു കൊടുത്തുവെന്ന് കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. സ്വതന്ത്ര കൂട്ടായ്മയെ ഇനി ഭരണത്തിൽ യോജിപ്പിനില്ലെന്ന് കോൺഗ്രസ് അംഗങ്ങൾ പ്രമേയം പാസാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് LDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. വിപ്പ് ലംഘിച്ചെത്തിയ ചില കോൺഗ്രസ് കൌൺസിലർമാരും വിമതയായി വിജയിച്ച മായ രാഹുലും LDF അവിശ്വാസത്തെ പിന്തുണച്ചു. DCC തീരുമാനം അവിശ്വാസ പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യാനായിരുന്നു. എന്നാൽ ചില കോൺഗ്രസ് അംഗങ്ങൾ വിപ്പ് സ്വീകരിക്കാൻ പോലും കൂട്ടാക്കിയില്ല. 4 കോൺഗ്രസ് അംഗങ്ങൾ പാർട്ടി തീരുമാനം ധിക്കരിച്ച് നഗരസഭയിലെ വോട്ടിംഗിൽ പങ്കെടുത്ത് പ്രമേയത്തെ അനുകൂലിച്ചതോടെയാണ് ദിയ പുറത്തായത്. അതേസമയം ജനാധിപത്യം അംഗീകരിക്കുന്നുവെന്ന് പാലാ നഗരസഭയിലെ മുൻ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. വിപ്പ് ലംഘിച്ചാണ് ചില കൌൺസിലർമാർ പോയത്. UDF നേതൃത്വമാണ് ചെയർപേഴ്സൺ സ്ഥാനം നൽകിയത്. 6 മാസം അഴിമതിയോ സുജനപക്ഷപാതമോ നടത്തിയിട്ടില്ല. അഭിമാനത്തോടെയാണ് ഇറങ്ങുന്നത്. കൌൺസിലറായി തുടരും. പഠനവുമായി മുന്നോട്ടു പോകുമെന്നും ദിയ ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ദിയ. ജനാധിപത്യ വിധിയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. തനിക്കെതിരെ ഉയർന്ന ഒരു ആരോപണം പോലും തെളിയിക്കാൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നവർക്കും പിന്തുണച്ചവർക്കും സാധിച്ചിട്ടില്ല. എല്ലാ തീരുമാനങ്ങളും സുതാര്യതയുടെയും പൊതു താൽപര്യത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു. ജനപ്രിയ തീരുമാനങ്ങളെക്കാൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനാണ് ശ്രമിച്ചത്. പദവികൾ വരും പോകും. സത്യസന്ധതയും മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് ശാശ്വതമെന്നും ദിയ ബിനു പുളിക്കക്കണ്ടം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി കാണുന്നുവെന്ന് ബിനു പുളിക്കക്കണ്ടം പ്രതികരിച്ചു. ദിയ UDF ചെയർപേഴ്സൺ ആയിരുന്നു. UDF നേതൃത്വമാണ് നിർദ്ദേശങ്ങൾ നൽകിയത്. UDF നേതൃത്വം ഇന്ന് കൌൺസിൽ യോഗത്തിൽ പോകേണ്ട എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് നേതൃത്വം വിപ്പ് കൊടുത്തിരുന്നു. കോൺഗ്രസ് സംഘടന നടപടി സ്വീകരിക്കുമെന്നാണ് വിശ്വസിച്ചിരുന്നതെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.